ഓരോ വീക്ഷണങ്ങളും ഓരോ വിധികളും വരുന്നത് ഓരോ ജഡ്ജിയുടെ വീക്ഷണങ്ങളും കൊണ്ടായിരിക്കും. ഇപ്പം ഈ എം ബഷീർ ജഡ്ജി ചിന്തിക്കുന്ന പോലെ തന്നെ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി ചിന്തിച്ചോടത്തില്ല. അതുപോലെ അല്ലായിരിക്കും RG കർ മെഡിക്കൽ കോളേജിലെ വിധി എഴുതിയ ജഡ്ജി വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ വിധികൾ വരുന്നതും അതാത് ജഡ്ജികളുടെ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന ആശയങ്ങളും അനുസരിച്ചിട്ടായിരിക്കും വിധി വരുന്നുണ്ടാവുക. നമ്മുടെ ജഡ്ജി നല്ല രീതിയിൽ കവിതയും പിന്നെ അതുപോലെ തന്നെ നോവലൊക്കെ എഴുതുന്ന ഒരു ജഡ്ജിയാണ് എം ബഷീർ എന്ന് പറയുന്നത്. എന്ന് കുറച്ച് നല്ല വിധിയാണ്. പക്ഷേ സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഒരു ഒരു ആഗ്രഹിച്ച വിധി ഇത് തന്നെയാണ്. അപ്പം പൊതുവായി നമ്മുടെ ജനങ്ങൾ രണ്ട് തട്ടിലാണ്. ഇതിലും കൂടുതൽ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനവും, പിന്നെ എന്ന് പറയുന്നത് ഇത്ര വേണ്ടിയിരുന്നോ ഒരു പിന്നെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രതിയല്ലേ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ടാവുക. അത് രണ്ടായിട്ട് ചിന്തിക്കാം. പക്ഷേ അത് തീരുമാനിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും കോടതികളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളുമാണ്. അപ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഇത് എത്ര ശതമാനം വരെ അല്ലെങ്കിൽ എത്ര നേരം എങ്ങനെ ഈ കേസിനെ കാണും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംശയമുണ്ട്.